രാമവർമ്മപുരം സർക്കാർ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരൻ കൊല്ലപ്പെട്ടു. ഇരിങ്ങാലക്കുട സ്വദേശി അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. ഉറങ്ങിക്കിടന്ന കുട്ടിയെ അന്തേവാസിയായ 15-കാരൻ ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. രാവിലെ 6:30 കൂടിയാണ് ദാരുണമായ കൊലപാതകമുണ്ടായത്. കുട്ടികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം. കൊല്ലപ്പെട്ട അങ്കിത് ഇന്നലെ 15-കാരനെ മർദ്ദിച്ചിരുന്നു. മുഖത്ത് മടിച്ചു. ഇന്ന് രാവിലെ അടിയേറ്റ പാടുകൾ മുഖത്ത് കണ്ടതോടെയാണ് 15-കാരൻ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അങ്കിതിനെ തലയ്ക്കടിച്ചത്. ഒരു 17 വയസ്സുള്ള കുട്ടീനെ 15 വയസ്സുള്ള കുട്ടി ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വഴക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ തന്നെ അവർ ഹോമിലുള്ളവർ പരിഹരിച്ചായിരുന്നു. പക്ഷേ രാത്രി ഉറങ്ങിയ ശേഷം രാവിലെ എണീറ്റ് വരുമ്പം ഈ കുട്ടിക്ക് ചെറിയൊരു പരിക്കുണ്ടായിരുന്നു. ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് 17 വയസ്സുള്ള കുട്ടി ഉറങ്ങിയായിരുന്നു, അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചുറ്റിയെ എടുത്തിട്ട് അടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ അതിനുശേഷം മെഡിക്കൽ കോളേജിൽ ഇവിടുത്തെ ആൾക്കാർ കൊണ്ടുപോയി. പക്ഷെ എന്നാലും രക്ഷിക്കാൻ സാധിച്ചില്ല, മരണപ്പെടുകയാണ് ഉണ്ടായത്. 15 വയസ്സുള്ള കുട്ടി 1 മാസം ആവുന്നേ ഉള്ളൂ ഇവിടെ എത്തിയിട്ടുള്ളത്. മറ്റേ മരണപ്പെട്ട കുട്ടി 2023 തൊട്ട് ഇവിടെ ഉള്ളതാണ്. ഇരിങ്ങാലക്കുട ഒരു ഹോമിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതായിരുന്നു ഈ കുട്ടീനെ. മരണപ്പെട്ട കുട്ടി ആക്ച്വലി UP നിന്നാണ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയുള്ള ഇരിങ്ങാലക്കുട ഹോമിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2023 ഈ കുട്ടീനെ ഇങ്ങോട്ട് മാറ്റിയത്. ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതും. ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാത്ത കുട്ടിയായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികൾ ചെയ്തു വരുന്നുണ്ട്. എന്നാലും ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇനി സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. ഇതിനകത്ത് വീഴ്ച എന്തെങ്കിലും സ്വാഭാവികമായിട്ട് ഇവർ കുട്ടികളോടൊപ്പം കെയർടേക്കർമാരുണ്ടാവണമല്ലോ, അവരൊപ്പം താമസിക്കുന്നുണ്ട്. കുട്ടികളോടൊപ്പം 24 മണിക്കൂറും ഓരോരോ കുട്ടിക്കും ഓരോരോ കെയർടേക്കറിൻ്റെ രീതിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നല്ല നാം ഉദ്ദേശിക്കുന്നത്. കെയർടേക്കറിൻ്റെ പ്രവർത്തനം എന്താണ്, അവരെന്താ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യണം. 12 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ കുറ്റകൃത്യം ചെയ്യാൻ ലീഗലി സാധിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് തന്നെയാണ്. ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് തന്നെയാണ്. അഫ്കോഴ്സ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പറയുന്ന ആ മാനദണ്ഡങ്ങൾ പാലിച്ച് അതിൻ്റെ ശിക്ഷാ നടപടികൾ അതനുസരിച്ച് ഉണ്ടാകും. എന്നല്ലാതെ ഈ കുട്ടികളിൽ നിന്ന് ഈ കെയർടേക്കറിൻ്റെ തലയിലേക്ക് ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ലീഗലി നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ഇന്നലെ രാത്രിയോടെ അവിടുത്തെ അന്തേവാസികളായ 2 കുട്ടികൾ 17-കാരനും 17-കാരനായ ഇരിങ്ങാലക്കുട സ്വദേശി ഇരിങ്ങാലക്കുടയിൽ നിന്ന് വന്ന അങ്കിത് എന്ന കുട്ടിയും 15 വയസ്സുള്ള കുട്ടിയും തമ്മിൽ തർക്കമുണ്ടാവുകയും തർക്കത്തെ തുടർന്ന് അത് അടിപിടിയിൽ കലാശിക്കുകയുമായിരുന്നു. ആ അടിപിടിയിൽ കലാശിച്ചതിനെ തുടർന്ന് 15 വയസ്സുള്ള കുട്ടിക്ക് 17 വയസ്സുള്ള അങ്കിതിന്റെ കീഴിലും വേദനാജനകമായിട്ടുള്ള മർദ്ദനമേൽക്കുകയും ചുണ്ട് പൊട്ടുകയും ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ ചുണ്ട് പൊട്ടിയതിനെ തുടർന്ന് അവിടെയുള്ള കെയർടേക്കർമാർ ഓടിയെത്തി അവരെ 2 കൂട്ടരെയും ആശ്വസിപ്പിച്ച് സമവായം ഉണ്ടാക്കി ഒത്തുതീർപ്പാക്കി ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ 6:30 ഈ ചുണ്ടിൽ പരുക്ക് പറ്റിയ 15-കാരൻ അവൻ പിന്നീട് പറഞ്ഞത് ആ ചുണ്ടിലെ പരുക്ക് അവന് വേദന ഉണ്ടാക്കിയിരുന്നു. ആ വേദന ആവർത്തിച്ച് വരുന്ന കാരണം അവന്റെ മനസ്സിൽ ഒരു പ്രകോപനം ഉണ്ടാകുമെന്നാണ് അവൻ സൂചിപ്പിച്ചതെന്നാണ് പറയുന്നത്. എങ്ങനെയായാലും അവിടെ കിടന്നിരുന്നു, അതായത് അവിടെ ചില അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ചുറ്റിക ഉണ്ടായിരുന്നു ആ ചിൽഡ്രൻസ് ഹോമിൽ. അതുപോലെ മറ്റേതൊരു ആയുധം കൂടി എടുത്തിട്ടാണ് ഈ കുട്ടി ഉറങ്ങിക്കിടന്നിരുന്ന അങ്കിതിനെ ഈ 15-കാരൻ തലയ്ക്കടിച്ച് മൃതപ്രായനാക്കിയത്. ഉടൻ തന്നെ ഓടിയെത്തിയ കെയർടേക്കർമാർ 2 കെയർടേക്കർമാർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഓടിയെത്തി പിടിച്ചു മാറ്റുകയും ഈ പരുക്ക് പറ്റിയ 17-കാരൻ അങ്കിതിനെ അവിടെ നിന്ന് വാഹനത്തിൽ നേരെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ ആ കുട്ടി മരണമടയുകയുമായിരുന്നതാണ് നമ്മൾ പറയുന്നത്. അതേസമയം ഈ 15-കാരനായിട്ടുള്ള കുട്ടി തുടർന്ന് കെയർടേക്കർമാരോടും അതിനെ തുടർന്ന് എത്തിയ വിയ്യൂർ പോലീസിനോടും താൻ തന്നെയാണ് കൊന്നതെന്നും അല്ലെങ്കിൽ തലയ്ക്കടിച്ചതെന്നും ആ തലയ്ക്കടിക്കുന്നതിലേക്ക് നയിച്ച പ്രകോപനം തലേദിവസം ഉണ്ടായ സംഘടനമായിരുന്നുവെന്നും തനിക്ക് ചുണ്ടിൽ മുറിവേറ്റത് മുഴുവൻ വിങ്ങി വേദനിക്കുന്ന കാരണം തന്നിൽ ഒരു പക രൂപപ്പെടുകയായിരുന്നുവെന്നാണ് ആ കുട്ടി സൂചിപ്പിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്.